ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. നിങ്ങൾ അറിയേണ്ട ഗൗരവമായ ഒരു വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇപ്പോൾ താമരശ്ശേരിയിലെ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കുട്ടികൾ സ്ഥിരമായി കാണുന്നത് ഏത് ഗെയിമാണെന്ന് രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. ഈ ഗെയിമുകൾ കാണുന്ന കുട്ടികളാണ് അവിടെ ഒരു പാവം ഷഹബാസ് എന്ന് പറയുന്ന കുട്ടിയെ മൃഗീയമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ദക്ഷിണ കൊറിയ, ജപ്പാൻ നിർമ്മിത ഗെയിമുകളും സീരീസുകളുമാണ് ഇപ്പോൾ യുവതലമുറയെ ആവേശം കൊള്ളിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൂരമായ വയലൻസുള്ള ദക്ഷിണ കൊറിയൻ സ്ക്വിഡ് ഗെയിം എന്ന പേരിൽ അറിയപ്പെടുന്ന, ഒരിക്കൽ കൂടി ആ വാക്ക് പറയാം, സ്ക്വിഡ് ഗെയിം കളിച്ചിരുന്ന കുട്ടികളാണ് ഇവർ. ഈ ഗെയിമിൽ തലക്കടിച്ച് ചോര തെറിപ്പിക്കുന്നതും തലയടിച്ചു പൊട്ടിക്കുന്നതും കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുകയും വെടിവെച്ച് തല ചിതറിത്തെറിക്കുന്നതും അടക്കമുള്ള പൈശാചിക ദൃശ്യങ്ങളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഗെയിമുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള വയലൻസുകളാണ്. ദിവസം പ്രതി 4-5 മണിക്കൂറുകളെങ്കിലും തുടർച്ചയായി കളിക്കേണ്ടതാണ് ഈ ഗെയിമുകൾ. ഈ ഗെയിമുകൾ രാത്രി രക്ഷിതാക്കൾ അറിയാതെ കുട്ടികൾ മുറി അടച്ചിരുന്ന് ഇത് കാണുന്നതായാണ് പലപ്പോഴും പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൻ്റെ കാരണങ്ങളാണ് പലപ്പോഴും കുട്ടികളെ പൈശാചിക പ്രവർത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും. 2 മാസം ഇത്തരം ഗെയിമുകൾ കാണുന്ന കുട്ടികൾ അതോടെ വയലൻസിനോടുള്ള അറപ്പ് മാറുകയും പൈശാചിക പ്രവൃത്തി നടത്താനുള്ള മാനസിക കരുത്ത് അവർക്ക് ഉണ്ടാവുകയും ചെയ്യും എന്ന് ADGP മനോജ് എബ്രഹാം അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ആപ്പുകൾ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ പേരൻറ്റിംഗ് ആപ്പുകൾ നിലവിലുമുണ്ട്. പക്ഷേ പലപ്പോഴും ഇത് രക്ഷിതാക്കളുടെ അറിവില്ലായ്മ കൊണ്ട് അവർ ഇത് പരിശോധിക്കപ്പെടാറില്ല. കുട്ടികൾ രാത്രി കാലങ്ങളിൽ മുറി അടച്ച് കിടന്ന് ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായും പേരൻസ് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ അവരുടെ പാസ്വേഡ് മനസ്സിലാക്കി ഓപ്പൺ ചെയ്ത് നോക്കേണ്ടതും ഉണ്ട്. ഇത്തരത്തിൽ പേരൻസ് വാച്ച് ചെയ്യുന്നു എന്ന അറിവ് കുട്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പല സ്ഥലങ്ങളിലും കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റി പോകുന്നത്. ഇപ്പോൾ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ സംഭവം ആയാലും താമരശ്ശേരിയിൽ നടന്ന ഇഷ്യൂ ആയാലും ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇതുപോലുള്ള ഗെയിം കാണലുകളാണ് കുട്ടികളെ വഴിതെറ്റിച്ചത് എന്ന് ഒരു സംശയവുമില്ലാതെ പറയേണ്ടി വരുന്നു. ഇത് തുടരുകയാണെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി അതിദയനീയമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംഘം ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ ആക്രമിക്കുന്ന പ്രവണത നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ലഹരിയുണ്ട്, അതുപോലെ വയലൻസ് കാണിക്കുന്ന ഗെയിമുകളുണ്ട്, നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കൾ കാണിക്കുന്ന അലസ മനോഭാവവും ഉണ്ട്. ഇതെല്ലാം കൂടിച്ചേർന്നാണ് പലപ്പോഴും കുട്ടികൾ വഴിതെറ്റാൻ ഇടവരുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത്. എത്രയൊക്കെ വാർത്തകൾ വന്നാലും ഇപ്പോഴും ഇതൊന്നും മനസ്സിലാകാത്ത നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നും കൂടി മനസ്സിലാക്കിയിരിക്കുക. പലപ്പോഴും വാർത്തകൾ പോലും പല വീടുകളിലും രക്ഷിതാക്കൾ കാണാറില്ല, അറിയാറില്ല. അതുകൊണ്ട് തന്നെ ലഹരി മരുന്ന് ഉപയോഗത്തിനെ കുറിച്ച് ഒരു സൂചനകളും പല രക്ഷിതാക്കൾക്കും മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു. ശ്രദ്ധിക്കുന്ന രക്ഷകർത്താക്കൾക്ക് തുടക്കത്തിൽ തന്നെ ഇത് കണ്ടുപിടിക്കാനും അങ്ങനെ കുട്ടികളെ കയ്യോടെ പിടികൂടി അതിൽ നിന്നും അവരെ മുക്തരാക്കാനും രക്ഷിതാക്കൾക്ക് കഴിയും. പക്ഷേ അതിനെക്കുറിച്ച് അവർക്ക് അറിവ് നൽകുന്ന തരത്തിലുള്ള
ബോധവൽക്കരണം നമ്മുടെ നാട്ടിൽ കുറവാണെന്നും പറയാതെ വയ്യ.